Okay, good morning. Good morning, Miss. Okay, good morning. All of you mark your attendance. Mark Good morning, Miss. Okay, good morning all of you. അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഒരു തത്തമ്മയുടെ പാട്ട് പഠിച്ചു അല്ലേ? ഓർമ്മയുണ്ടോ? ഖ ഒക്കെ പഠിച്ച് കവർഗു ഒക്കെ പഠിച്ച് ഇങ്ങനെ ടയേർഡ് ആയിരിക്കുമ്പോഴാണ് നമുക്കൊരു പാട്ട് കിട്ടിയത് അല്ലേ? തത്തമ്മേ പൂച്ച പൂച്ച അല്ലേ? ആണോ? യെസ്. അപ്പോ തത്തമ്മേ പൂച്ച പൂച്ച എന്നാണ് അല്ലെ? അത് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് താഴത്തെ കിരി കിരി കിണ്ണെന്താന്നുള്ളത് പഠിപ്പിച്ചോ മിസ്? ഇല്ല അല്ലേ? അപ്പൊ നമുക്ക് തത്തമ്മേ പൂച്ച പൂച്ച ഒന്നുകൂടി പാടാം. തത്തി തത്തി തത്ത നടന്നു കൊത്തിയെടുത്തു വിത്തെല്ലാം, പമ്മി പമ്മി പൂച്ച വരുന്നു അയ്യോ തത്തേ പാറിക്കോ. കൊത്തിയ കതിരും ചുണ്ടിലെടുത്ത് തത്ത പറന്നു പറ 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 അല്ലേ? തത്ത എങ്ങനെയാ പറന്നു പോയി അല്ലേ? നെക്സ്റ്റ് നമുക്ക് എന്താണ് അടുത്ത ഒരു പാട്ടും കൂടെ പഠിക്കാനുള്ളത്? ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോ ഗുഡ് മോർണിംഗ് മിസ്. എന്താ? ഗുഡ് മോർണിംഗ് മിസ്. Good morning. All of you take your textbook page number 22 ആണ് മിസ്സിൻ്റെത്. നിങ്ങളുടെ 23 ആണോ? Yes. Yes. Okay. All of you take 23. അപ്പൊ രണ്ടാമത്തെ പാട്ട് എന്താണ്? കീരി കീരി കിണ്ണം പറക്കിത്ത കല്ലും മണ്ണും പൊക്കിത്ത കല്ലായി പാലം കടത്തിത്ത. കീരി കീരി കിണ്ണന്ത കിണ്ണത്തിലിട്ട് കിലുക്കിത്ത കല്ലും മണ്ണും പൊക്കിത്ത കല്ലായി പാലം കടത്തിത്ത. പഠിച്ചോ കീരിപ്പാട്ട്? കീരി കീരി കിണ്ണന്ത കിണ്ണത്തിലിട്ട് കിലുക്കിത്ത കല്ലും മണ്ണും പൊക്കിത്ത കടത്തിത്ത. അപ്പൊ എന്നാണ് അല്ലെ? കിണ്ണത്തിലിട്ട് കിലുക്കിത്ത കല്ലായി പാലം കടത്തിത്ത. അപ്പൊ തത്തമ്മയുടെ പാട്ട് നമ്മൾ അല്ലേ? കിണ്ണത്തിലിട്ട് കിലുക്കിത്ത മണ്ണും പൊക്കിത്ത കല്ലായി പാലം കടത്തിത്ത. മനസ്സിലായോ? കിണ്ണത്തിലിട്ട് ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പേജിലേക്ക് പോയിക്കോട്ടെ മിസ്. അടുത്ത പേജ്. അപ്പൊ നമ്മള് സ്വരാക്ഷരങ്ങളില് അല്ല എന്താണ് വ്യഞ്ജനാക്ഷരങ്ങളിൽ ഏത് അക്ഷര പഠിച്ചേ? എഴുതാൻ പഠിച്ചേ? ഓർമ്മയുണ്ടോ? ഏതക്ഷര ഇപ്പൊ പഠിക്കുന്നേ? പഠിക്കുന്നത് ഏതക്ഷരം? വ്യഞ്ജനാക്ഷരങ്ങൾ അല്ലേ? മലയാളത്തിലെ വ്യഞ്ജനാക്ഷരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. എഴുതാൻ പഠിച്ചു അല്ലേ? എന്തൊക്കെയാ പഠിച്ചത്? കരടി, ഖ നഖം, ഗദ, ഘടികാരം, തേങ്ങ അല്ലേ?
ഓക്കെ, അത്രയും നമ്മൾ അക്ഷരങ്ങൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് നമുക്ക് ഏതാ പഠിക്കാനുള്ളത് നോക്കിയേ. അത് കവർഗങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇനി നമുക്ക് ചവർഗങ്ങളാ പഠിക്കേണ്ടത്. അപ്പൊ ഇത്രയും അക്ഷരങ്ങളാണ് എഴുതിയും വേണം പഠിക്കുകയും വേണം നമുക്ക് അല്ലേ. അപ്പോ ച ചിരവ. ച ചിരവ. ചിരവ കണ്ടിട്ടുണ്ടോ മക്കള്? ചിരവ എന്താണെന്ന് അറിയോ? എവിടെയാ ഉണ്ടാവുക നമ്മുടെ വീട്ടില്? തേങ്ങ ചിരകാൻ അല്ലേ. ഓക്കെ, നമ്മുടെ വീടുകളിൽ അത് എവിടെയാ ഉണ്ടാവുക സാധാരണ? കിച്ചണിലാണ് അല്ലെ. നമ്മുടെ വീടിന്റെ കിച്ചണിലാണ് ഈ ചിരവ ഉണ്ടാവാറ് അല്ലെ. കാണാൻ ഉണ്ടാവാറ് എവിടെയാണ്? അപ്പൊ ചിരവ എന്തിനാ ഉപയോഗിക്കുന്നത്? തേങ്ങ ചിരകാൻ ഉപയോഗിക്കാറുണ്ട് നമ്മളല്ലേ. അപ്പൊ ചിരവ ഫസ്റ്റ് ച ചിരവ. നെക്സ്റ്റ് ച. രണ്ടാമത്തത് എങ്ങനെയാ നോക്കിയേ മക്കള്? ച ചായ. എന്താ അവിടെ നോക്കുന്നേ ആ കുട്ടി? മുഖച്ചായ നോക്കുവാണല്ലേ കണ്ണാടിയില്. ഓക്കെ, അപ്പൊ ചായ. രണ്ടാമത്തെ എന്താ? തൊട്ട് നോക്കി ചായ ഏതാ? ചായ. നമ്മൾ കുടിക്കുന്ന ചായ ടീ അല്ല കേട്ടോ അവിടെ, ചായ. ഓക്കെ, നെക്സ്റ്റ് വൺ ജ. ജ ജനൽ. ജ ജനൽ. ജനൽ നിങ്ങൾക്ക് അറിയാലോ. ഓ, ജനൽ. നെക്സ്റ്റ് വൺ ഛ. ചഷം. ചഷം എന്ന് പറഞ്ഞാൽ എന്താ? ഫിഷ് അല്ലേ. ചഷം എന്താ മലയാളത്തിൽ പറയുക? മീൻ എന്നും പറയാറുണ്ട് അല്ലെ. മത്സ്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അത് തന്നെയാണ് ചഷം അല്ലേ. ചഷം എന്താ പറയാ? ഒന്നുകൂടി പറഞ്ഞേ. ചഷം. നെക്സ്റ്റ് ലാസ്റ്റ് വൺ പിക്ചറിൽ കാണുന്ന എന്താ? ഞാറ്. ഞാറ്. നമ്മള് ചവർഗങ്ങളാണ് പഠിക്കുന്നത്. അതിൽ ച ച ജ ച ഞ ഇത്രയാണ് പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ച ചിരവ. ച ചിരവ. ചായ. തേർഡ് ജനൽ. ജനൽ. അടുത്തത് ചഷം. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഞാറ്. വായിക്കാൻ കിട്ടിയോ? ച ചിരവ, ച ചായ, ജ ജനൽ, ച ചഷം, ഞ ഞാറ്. ഇനി ഡോട്ട് കംപ്ലീറ്റ് ചെയ്തേ മക്കള്. ചിരവാന്ന് താഴെ എഴുതിയിട്ട് കണ്ടോ? അത് ഡോട്ടില് മുകളിലേ കൂടെ എഴുതിയ പെൻസിൽ വെച്ച് ചിരവ പറഞ്ഞുകൊണ്ട് എഴുതിയേ. സേ ആൻഡ് റൈറ്റ്. ചിരവ. എന്ത് പറ്റി വൈകൊക്കെ? എന്ത് പറ്റി വൈകൊക്കെ? ഒരു മൂഡ് ഓഫ് ഉണ്ടല്ലോ മുഖമൊക്കെ. മനസ്സിലായില്ലടാ. കാല് മുട്ടിപ്പോയി ഇങ്ങോട്ട് വരുമ്പോ. ഓ, വേദനിക്കുന്നുണ്ടാ? അതാണ് മുഖത്ത് കാണുന്നുണ്ടായിരുന്നു ആ വേദന അല്ലേ. അപ്പൊ നമ്മള് ചിരവ എഴുതോ? ഡോട്ട് കംപ്ലീറ്റ് ചെയ്തോ മക്കളെല്ലാവരും? ചിരവ. മരുന്ന് വെക്കാം കേട്ടോ വൈകക്കുട്ടി. ഓ, അമ്മ മരുന്നൊക്കെ വെച്ചെന്നോ? കുഴപ്പമില്ല, അപ്പൊ ഇപ്പൊ മാറും. അപ്പൊ ച ചിരവ. ച എഴുതി വള്ളിയിടണം. അപ്പൊ ച നമുക്ക് എഴുതാനുണ്ട് അല്ലേ. ച നമുക്ക് ഇപ്പൊ പഠിക്കാം കേട്ടോ. അപ്പൊ ചിരവ എന്നാണ് നമ്മൾ ഫസ്റ്റ് വൺ എഴുതിയത്. ഡോട്ട് കംപ്ലീറ്റ് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് എന്താ എഴുതേണ്ടത്? ചായ. ചായ. അതിന്റെ ഡോട്ട് കംപ്ലീറ്റ് ചെയ്തേ മക്കള് ടെക്സ്റ്റില്. ചായ. ആദ്യ കുട്ടി എഴുതുന്നില്ലേ? ആദ്യ തുടങ്ങിയില്ലേ? ഡെൽവിനെ എഴുതിയോ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ജനൽ. ജ ജനൽ. ജ ജനൽ. അടുത്ത ചഷം. ആ ചാ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ? താ എഴുതിയിട്ട് ഇങ്ങനെ എഴുതേണ്ടതാണ് കേട്ടോ. നമുക്കിപ്പൊ പഠിക്കാം. ചഷം. ആ ഡോട്ടിന്റെ മുകളിലേ എഴുതും മക്കള്. നെക്സ്റ്റ് ഞാറ്. ലാസ്റ്റ് വൺ ഞാറ്. ഓക്കെ, ഇപ്പൊ ഞാറ്. ഞാറ് എഴുതിയ മക്കള് ഡോട്ട്
എല്ലാവരും എഴുതിയോ? ഡോട്ട് കംപ്ലീറ്റ് ചെയ്തോ? All of you mark your attendance. Don't forget. Okay, ഞാറ്. Very good, Aisha. എഴുതിയല്ലേ? ഓക്കെ. അപ്പൊ എല്ലാ മക്കളും എഴുതിയ? മെഹഫൂസ് എഴുതിയോ? മെഹഫൂസേ? ഇവാന, ബിജു, അഹല്യ, ആദിശ്രീ, ടേൺ ഓൺ യുവർ വീഡിയോ. ഐവിൻ എഴുതിയോ? ഐവിൻ, വിദ്യുദ്രാം, ഉമർ ജാഫർ, അൻവിത, പ്രജീഷ്, സിയ, ഫാത്തിമ, വൈഗ, ഏദൻ ജെ മാത്യു, ഫാത്തിമ ജാബിർ. ഫാത്തിമ കുട്ടി എന്താണ്? എഴുതി. മുഹമ്മദ് ഷാസിർ, ലുബാബ് എഴുതി. വെരി ഗുഡ്. ഏബൽ, സിൻഡോ, ഡെൽവിൻ, ബിജു, ഇഷാനി, ഷാനു, നിഡാഷ, പ്രണബ്. നിഡാഷ കുട്ടി കുറേ ദിവസം ലീവിലായിരുന്നു അല്ലേ? ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ. ഫാത്തിമ എഴുതിയോ? ഫാത്തിമ ജാബിർ. സിയ ഫാത്തിമ എഴുതി. വെരി ഗുഡ്. ആദിയ, മധു എഴുതി. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി എന്താണ് പഠിക്കാനുള്ളതെന്ന് അറിയോ? ഇത് വായിക്കാൻ പഠിച്ചോ മക്കള്? ച ചിരവ, ച ചായ. യെസ്, വെരി ഗുഡ്. ജനൽ, ച ചഷം, ഞ ഞാറ്. ഇത്രയാണ് നമ്മൾ വായിക്കാൻ പഠിച്ചത്. അപ്പൊ നമുക്ക് ഇന്ന് ചവർഗങ്ങൾ എഴുതാൻ പഠിക്കണ്ടേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക ഖ ഗ ഘ ങ പഠിച്ചു അല്ലേ? കവർഗങ്ങൾ പഠിച്ചു. നെക്സ്റ്റ് ഇന്ന് നമുക്ക് ചവർഗങ്ങൾ എഴുതാൻ പഠിക്കണം അല്ലേ? എങ്ങനെ എഴുതാം നമുക്ക് നോക്കാം. Are you ready? Yes. Okay. All of you take your slate and pencil. നമുക്ക് എഴുതാൻ നോക്കാം. Yes. ഫസ്റ്റ് വൺ നമുക്ക് എന്താ എഴുതേണ്ടത്? ച അല്ലേ? ച. ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുപോയി അതിന്റെ മുകളിലേ കൊണ്ടുപോയി മുകളിലോട്ടാക്കണം. അപ്പൊ എന്തായി? ച. എങ്ങനെയാ? ഇത്ര ഇങ്ങോട്ട് കൊണ്ടുപോകണമെന്നില്ല കേട്ടോ. ഇങ്ങനെ എഴുതി ഇങ്ങനെ. ഓക്കെ, മിസ് എഴുതുന്ന ക്ലിയർ ആവുന്നില്ല ഇതിലല്ലേ? ഒന്നുകൂടി എഴുതാം. എഴുതി നോക്കിയ മക്കളെ. പാ എഴുതുന്ന പോലെ തന്നെ എഴുതേണ്ടത്. എനിക്ക് ഇങ്ങനെ ഇങ്ങോട്ട് കുറച്ച് വലിക്കണം. ഓക്കെ, വെരി ഗുഡ് ലുബാബ. എഴുതിയോ? അപ്പോ ഇങ്ങനെ എടുത്ത് ഇങ്ങോട്ട് എടുത്തിട്ട് വേണം നേരെ കൊണ്ടുപോയിട്ട് മുകളിലോട്ട്. ഓക്കെ, ക്ലിയർ ആണോ മക്കൾക്ക്? ച എന്താണ്? ച. ഒന്നുകൂടി. ഇങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്തു അല്ലേ? വേണമെങ്കിൽ കുറച്ചിങ്ങനെ ആക്കാം. ച. അപ്പോ ച എന്ന അക്ഷരമാണ് നമ്മൾ ഇന്നിപ്പോ എഴുതിയത് അല്ലേ? ച പറഞ്ഞുകൊണ്ട് ച ച. ഓക്കെ, അപ്പൊ ചായാണ് നമ്മൾ പഠിച്ചത്. എല്ലാവരും പഠിച്ചോ? നോക്കട്ടെ മിസ്. എഴുതിയോ മക്കളെല്ലാവരും? ഫാത്തിമ എഴുതിയോ? ഫാത്തിമ നോക്കട്ടെ. ഫാത്തിമ ജാബിർ, ആയിഷ, മാന. സ്ലൈറ്റ് എവിടെ നോക്കട്ടെ? അതെവിടെ? മുഹമ്മദ് എഴുതിയ എന്നാലും നോക്കട്ടെ. പേപ്പറിലാ എഴുതിയ. നെക്സ്റ്റ് ഏബൽ, സിൻഡോ, നൂഹാസ്മിൻ എഴുതിയോ? നൂഹ. ഇവിടെ ഏദൻ ജെ മാത്യു. ഓക്കെ, വെരി ഗുഡ്. കാണിച്ചേ മിസ്സിനെ. എഴുതിയല്ലേ? വെരി ഗുഡ് സിയ ഫാത്തിമ. വെരി ഗുഡ് വൈഗ. ചാച്ച ജച്ച ഞാൻ എഴുതിയ. ഓക്കെ, വെരി ഗുഡ്. വിദ്യുദ്രാം, ഐവിൻ എഴുതിയോ മോനെ?
ആദിശ്രീ എഴുതി വെരി ഗുഡ്. അൻവിത എഴുതി വെരി ഗുഡ്. മഹഫൂസ്, ഇഷാനി, ഷാനു വെരി ഗുഡ്. ഓക്കെ വെരി ഗുഡ്. ആരാണ്? ഓക്കെ വെരി ഗുഡ്. ഓക്കെ എഴുതിയോ? എഴുതി വെരി ഗുഡ്. ഓക്കെ വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ. അപ്പൊ നെക്സ്റ്റ് വൺ നമുക്ക് ഏതാ എഴുതേണ്ടെന്ന് അറിയോ? ചായ എഴുതി പഠിച്ചോ എല്ലാവരും? ഇനി ആരെങ്കിലും എഴുതാനുണ്ടോ? കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ ചായ എഴുതാൻ? ഐവിൻ എഴുതിയോ? ഐവിൻ, ഷാനി, ഷാനു, ഉമർ, ജാഫർ, എബിൻ, ബിജു, അഹല്യ, ടേൺ ഓൺ യുവർ വീഡിയോ. മുഹമ്മദ് ഷാസ്രി, ആയിഷ എഴുതിയോ? ഫാത്തിമ മെഹറിൻ ചായ എഴുതി, രണ്ടാമത്തെ എഴുതി. ഓക്കെ വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ചായ എഴുതാൻ എളുപ്പാണ് മക്കളെ. എങ്ങനെയെന്നറിയോ? ചായ എന്നുള്ള ചായ എങ്ങനെ എഴുതണ്ടെന്നറിയോ? നമ്മൾ ഈ എഴുതിയ ചായ ഇല്ലേ, ഓക്കെ, അതേപോലെ എഴുതുക. ഇങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്യണം? വളച്ചിട്ട് രാ എഴുതും പോലെ എഴുതണം, ഉള്ളു കൂട്ടണം. കണ്ടോ? ഒന്നും കൂടെ മിസ് ചെയ്താ മിസ് ഈ മൗസിൽ ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ഒന്നും കൂടി എഴുതാം മിസ്സേ. ഇതിൽ ചായ എഴുതി എന്നിട്ട് രാ എഴുതും പോലെ ഇങ്ങനെ. ഇതാണ് ചായ എന്നുള്ള ച, രണ്ടാമത്തെ ച. അപ്പൊ ച എല്ലാവരും എഴുതണേ, ആരും എഴുതാതിരിക്കരുത്. ച കൊറേ പ്രാവശ്യം എഴുതിയേ, എന്നാലേ പഠിക്കൂ. ഓക്കെ വെരി ഗുഡ് സിയ ഫാത്തിമ. ഇനി ഈ ചാച്ച പഠിക്കുമ്പോ കാക്ക കാക്ക മറന്നുപോലെ കേട്ടോ. ഓക്കെ, അപ്പൊ ച രണ്ടാമത്തെ അക്ഷരം ചായ എന്നുള്ള ചായയാണ് നമ്മളിപ്പോ എഴുതിയത് അല്ലേ? ഓക്കെ ഷാസിൽ വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ച ഇഷാനി, ഷാനു വെരി ഗുഡ്. ഓക്കെ, ആയിഷ അമാന വെരി ഗുഡ്. ഏദൻ തോമസ് വെരി ഗുഡ്. ലുബാബ വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ആരൊക്കെ എഴുതിയേ? ഇവിടെ ഏബൽ സിൻഡോ എഴുതിയിട്ടുണ്ട്, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എഴുതാനുള്ള എന്താണ്? നമുക്ക് ജായാണ് എഴുതേണ്ടത്. ജനൽ അല്ലേ? ജനൽ എന്നുള്ള ജ എഴുതാ. അടുത്തത് എഴുതിയോ ഫാത്തിമ മെഹറിൻ? ഓക്കെ വെരി ഗുഡ്. നമുക്ക് ഇനി ജ എന്നുള്ളത് എഴുതും. ജനൽ എഴുതുമ്പോഴുള്ള ജ, മൂന്നാമത്തെ ജ. എങ്ങനെ? ഈ എഴുതാൻ പഠിച്ചിട്ടില്ലേ നമ്മള് സ്വരാക്ഷരങ്ങളിൽ? ഈ അതേപോലെ എഴുതിയിട്ട് എന്ത് ചെയ്യണം? അടിയിൽ ഇങ്ങനെ കൂട്ടണം. ഓക്കെ, നമ്മൾ ഈ പഠിച്ചിട്ടില്ലേ? ഈ സ്വരാക്ഷരങ്ങളിൽ ഈ എന്ന അക്ഷരം അതേപോലെ എഴുതിയിട്ട് അടിയിൽ ഇങ്ങനെ കൂട്ടണം. കണ്ടോ? ഓക്കെ, ഈ നമ്മൾ എങ്ങനെ എഴുതുക? ഈ എഴുതൽ ഇങ്ങനെയല്ലേ? ഓക്കെ, ലാസ്റ്റ് എത്തിയോ? ഓക്കെ വെരി ഗുഡ്. ഇതാ, എന്നിട്ട് ഈക്ക് ഇങ്ങനെ ഇടണം. ജ. ആദിശേ എന്തായി? മൊട്ടയൊക്കെ ആക്കിയോ ആദിശേ? ആഹാ, അപ്പൊ ഇന്ന് നമുക്ക് ജയാണ് എഴുതേണ്ടത് കേട്ടോ. ജ എഴുതിക്കോ. ജ, മൂന്നാമത്തെ അക്ഷരം ജ. ഓക്കെ വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ജ പഠിച്ചോ മക്കള്? ഈ എഴുതിയിട്ട് ഒന്ന് അടിയിൽ ചുരുക്കണം അല്ലേ? ഓക്കെ, അപ്പൊ എന്താ അക്ഷരത്തിന്റെ പേര്? പഠിച്ചാൽ മാത്രം പോരാട്ടോ. ഓക്കെ വെരി ഗുഡ്. അപ്പൊ നമ്മുടെ അക്ഷരങ്ങൾ മാത്രം എഴുതാൻ ഇങ്ങനെ പഠിച്ചാ പോരാട്ടോ. എല്ലാവരും എഴുതിയോ? നിരാശ, ഏദൻ തോമസ്, ഓക്കെ ഇഷാനി, വെരി ഗുഡ്. നെക്സ്റ്റ് വിദ്യുദ്രാം എഴുതി. ഏബൽ സിൻഡോ എഴുതി, വെരി ഗുഡ്, വെരി ഗുഡ്. ആയിഷ അമാന എഴുതി, വെരി ഗുഡ്. കുറെ പേര് മിസ് കാണുന്നില്ലല്ലോ, എഴുതി കാണിക്കുന്നില്ലല്ലോ.
സിയ ഫാത്തിമ കണ്ടു. നിങ്ങൾ എഴുതിയോന്ന് അറിയണമെങ്കിൽ കാണിച്ചു തന്നാലേ പറ്റൂ. ഇഷാനി ഷാനു എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, ഇവിടെ ഏതൻ തോമസ് എഴുതിയിട്ട് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആരാ? ഓ, ഫാത്തിമ ജാബിർ കുറേ എഴുതിയുണ്ടോ? അതാ നിറയെ എഴുതി. വെരി ഗുഡ്. ഓക്കെ, മുഹമ്മദ് ഷാസിൽ എഴുതി. വെരി ഗുഡ്. കുറെ എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. അങ്ങനെ എഴുതി 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 പഠിക്കണം കേട്ടോ. ആ നിരാശ എഴുതി. വെരി ഗുഡ്. വിദ്യുത് റാം ഒന്നും കണ്ടില്ല മിസ്. നീ എഴുതിയതൊന്നും കണ്ടു. ഓക്കെ, വെരി ഗുഡ്. ജനൽ എഴുതിയോ? ചായ, ചിരവ, ജനൽ. വെരി ഗുഡ്. ചാച്ചാ ജാ മാർക്കല്ലേ അക്ഷരങ്ങള്. നൂഹ അസ്മിൻ എഴുതി. ഓക്കെ, ഐവിൻ ജോസഫ് എഴുതി. ആദിഷേ എന്തായി? ആദിഷേ എഴുതിയോ? അസുഖമൊക്കെ കുറഞ്ഞോ? കുറഞ്ഞു. അതെല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ചാ ചിരവ എന്നുള്ള ടീച്ചറെ ഹോസ്പിറ്റലാണ്. വയ്യ കാണട്ടെ. ആര്? അഹല്യ. അഹല്യ ഹോസ്പിറ്റലിലാണോ ഉള്ളത്? എന്തു പറ്റി മോളെ? ടെസ്റ്റ് ചെയ്യാൻ. ഓ അതെയാ, ഹോസ്പിറ്റലിലാണോ ഉള്ളത്? പിന്നെ വിളിക്കേ. ഓക്കെ ഓക്കെ. ഓ, ഇനി നെക്സ്റ്റ് നമ്മള് അപ്പൊ ച ചിരവ എന്നുള്ള ചാ നമ്മൾ എഴുതാൻ പഠിച്ചു. നെക്സ്റ്റ് ചായ എന്നുള്ള ചാ പഠിച്ചു. അടുത്തത് ജനൽ. വെരി ഗുഡ് ഫാത്തിമ മെഹറിൻ. ഇനി നെക്സ്റ്റ് ച ചഷം. ചഷം എന്നുള്ള ച അല്ലേ? ചഷം എങ്ങനെയാണ്? വെരി ഗുഡ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം മക്കളെ. അപ്പൊ നമ്മൾ മൂന്നാമത്തെ ചായയും പഠിച്ചു. ഇനി നമുക്ക് എങ്ങനെ എഴുതണം നോക്കിയേ. കുറച്ച് വിഷമമുണ്ട് അല്ലേ ഇത്? ഇങ്ങനെ താ എഴുതിയിട്ട്, താ അറിയാലോ മക്കൾക്ക്, താ എഴുതാം. എന്നിട്ടോ സിറ്റ് ഇങ്ങനെ എഴുതണം. കണ്ടോ? ഒരു താ എഴുതി. എങ്ങനെയാന്ന് നോക്കിയേ. താ എഴുതി നമ്മൾ പഠിച്ച അക്ഷരം താ. എന്നിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ വളച്ച് രണ്ടോട്ടം. ഇതാണ് ഛ. ചഷം എന്നുള്ള ഛ. പഠിച്ചു എല്ലാവരും? വെരി ഗുഡ് ഇഷാനി. ഛ വൈക പഠിച്ചു. ഓക്കെ, താ എഴുതിയിട്ട് ഇങ്ങനെ വളച്ച് രണ്ടെണ്ണം. മനസ്സിലായോ മക്കൾക്ക്? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എല്ലാരും എഴുതുന്നുണ്ട് അല്ലേ? കുഴപ്പമില്ല, കൊറേ പ്രാവശ്യം എഴുതും മക്കളെ, എന്നാലേ അത് പഠിക്കും. ഏബൽസിന്റെ എഴുതി. വെരി ഗുഡ്. മുഹമ്മദ് ഷാസിൽ എഴുതി. വെരി ഗുഡ്. ലുബാബ് എഴുതി. വെരി ഗുഡ്. ആരാ? ഞാൻ. വെരി ഗുഡ് ആദിയ. ഓക്കെ, അപ്പൊ എല്ലാ മക്കളും എഴുതുന്നുണ്ട്. ഏതൻ തോമസ് എഴുതി. ഫാത്തിമ മെഹറിൻ എഴുതി. ഫാത്തിമ ജാബിർ എഴുതി അല്ലേ? ഇനി ആരാ എഴുതിയേ? ഓക്കെ, വെരി ഗുഡ്. നിറയെ എഴുതിയിട്ടുണ്ട് ഫാത്തിമ ജാബിർ. ഫാത്തിമ ജാബിർ. സിയ ഫാത്തിമ എഴുതി. വെരി ഗുഡ്. ഓക്കെ, അൻവിത എഴുതിയോ? അൻവിത അൻവിത എഴുതി. വെരി ഗുഡ്. ഇനി ആർക്കെങ്കിലും കിട്ടാത്തയുണ്ടോ? ആദിശ്രീ എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ നമ്മുടെ അക്ഷരദീപത്തിൽ എഴുതേണ്ടത് കേട്ടോ, നമ്മുടെ ഹോംവർക്ക്. ഇനി 2 ലൈൻ ബുക്കിലും ഇത് എഴുതണം. എഴുതി. വെരി ഗുഡ്. എല്ലാ മക്കളും നല്ല സൂപ്പർ മക്കളാണപ്പാ. എഴുതി. വെരി ഗുഡ്, സൂപ്പർ.
ഓക്കെ ഡാഷ് എഴുതി വെരി ഗുഡ്. നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് എന്താ പഠിക്കാനുള്ളതിന് ഞാറ് എന്നുള്ള അപ്പൊ ചവർഗങ്ങള് കംപ്ലീറ്റ് ആവും. ഓക്കെ ബെൽസിൻഡോ വെരി ഗുഡ്. ഓക്കെ അപ്പൊ ഞാനാണ് ഇന്ന് നമുക്ക് എഴുതാനുള്ളത്. നമുക്ക് നോക്കാം. എല്ലാരും ച ച ജ ച വരെ പഠിച്ചോ? 4 അക്ഷരങ്ങൾ ഇപ്പോ ച ഛ ജ ഛ. ഇനി ഞായാണ് പഠിക്കുന്നത് അല്ലേ? എങ്ങനെയാണ് ഞാൻ എഴുതുന്നത് നമുക്ക് നോക്കാം അല്ലേ? ഞാൻ എഴുതണ്ട എങ്ങനെയാ നമുക്ക് നോക്കാലോ. ഇങ്ങനെ ഇവിടുന്ന് വെരി ഗുഡ് ഡെൽവിൻ. എങ്ങനെയാന്ന് ഒരു റാ എഴുതുമ്പോ ഉള്ളിൽ ചുരുക്കിട്ട് റാ എഴുതി. നെക്സ്റ്റ് എന്ത് ചെയ്തു? അതിന്റെ കൂടെ ഒരു താ എഴുതി. കണ്ടോ? അത് തെറ്റിപ്പോയിട്ടുണ്ടേ, ഒന്നുകൂടി എഴുതാം. ആദ്യം നമ്മള് ചുരുക്കിട്ട് റാ എഴുതി അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? താ എഴുതി. അതിന്റെ കൂടെ ഉണ്ടോ? അറിയില്ലേ എല്ലാവർക്കും? എന്താണ് ഞാറ് എഴുതാൻ നമ്മൾ ഈ ഞായാണ് ഉപയോഗിച്ചത് അല്ലേ? ഓക്കെ ഇങ്ങനെ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അതിന്റെ മുകളിലേ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ എഴുതി. എന്താണ് അക്ഷരത്തിന്റെ പേരെന്താ? എന്താ ഈ അക്ഷരത്തിന്റെ പേര് ഇപ്പൊ നമ്മൾ എഴുതുന്നേ? വെരി ഗുഡ്. അറിഞ്ഞോണ്ടിരിക്കണേ, അല്ലെങ്കിൽ മറന്നു പോകും ഏതക്ഷരം. ഓക്കെ വെരി ഗുഡ്. ഓക്കെ ഇവിടെ ഫാത്തിമ ജാബിർ. ഓക്കെ വെരി ഗുഡ് ഫാത്തിമ ജാബിർ. ഷാനു വെരി ഗുഡ്. ഫാത്തിമ ലുബാബ വെരി ഗുഡ്. വെരി ഗുഡ്. അൻവിത മധു വെരി ഗുഡ്. ഓക്കെ മാത്യു എഴുതിയോ? ഓക്കെ വെരി ഗുഡ്. വെരി ഗുഡ്. നിഡാഷ പ്രണബ് എഴുതി വെരി ഗുഡ്. ഉമർ ജാഫർ എഴുതി വെരി ഗുഡ്. വൈഗ എഴുതി വെരി ഗുഡ്. ഓക്കെ ആയിഷ അമാന വെരി ഗുഡ്. ഏദൻ തോമസ് വെരി ഗുഡ്. മെഹഫൂസ് എഴുതിയോ? മെഹഫൂസ്. വിദ്യുദ്രാമ് സിയ ഫാത്തിമ എഴുതി. ആദിശ്രീ ആദിഷ് ലുബാബ ഇവാന ബിജു ഐവിൻ ജോസഫ് എഴുതിയ മക്കളെ എല്ലാവരും? അപ്പോ നമ്മൾ ഇന്ന് ച ഛ ജ ഛ ഞ അല്ലേ? ച ഛ ജ ഛ ഞ. ഐവിൻ സൂപ്പർ. ഇത്രയും അക്ഷരങ്ങളെ നമ്മൾ ഇന്ന് പഠിച്ചു അല്ലെ? ചവർങ്ങകൾ കംപ്ലീറ്റ് പഠിച്ചു. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കവർങ്ങങ്ങൾ പഠിച്ചിട്ടുണ്ട്. ക ഖ ഗ ഖ ങ. അത് വെച്ച് ഓരോ വേർഡ്സും പഠിച്ചിട്ടുണ്ട്. ക കരടി, ഖ നഖം, ഗ ഗദ, ഖ ഘടികാരം, ങ തേങ്ങ അല്ലെ? ങ തേങ്ങ. നെക്സ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്? അടുത്തത് ഇന്ന് ച ചിരവ, ഛ ഛായ, ജ ജനൽ, ഛ ചഷം, ഞ ഞാറ്. ഓക്കെ അപ്പോ ഒന്ന് കംപ്ലീറ്റ് എഴുതിയ മക്കള്. ച ഛ ജ ഛ ഞ. 5 എഴുതിയേ? ഓക്കെ ഷാസിൽ വെരി ഗുഡ്. ഷാസിൽ എഴുതിയ പോലെ ഇങ്ങനെ എഴുതിയേ. ച ഛ ജ ഛ ഞ. നേരെ എഴുതിയേ. ഛ ഛ ജ ഛ ഞ. ഛ ഛ ജ ഛ ഞ. ഛ ചിരവ, ഛ ഛായ, ജ ജനൽ, ഛ ചഷം, ഞ ഞാറ്. ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് നല്ലതുപോലെ എന്ത് ചെയ്യണം മക്കളെ? തറവായി വായിക്കണം. പിന്നെ
ചാച്ചാ ജാച്ചാ ഞാ എഴുതാനും പഠിക്കണം. അക്ഷരദീപം ബുക്കിൽ നമ്മുടെ ചാച്ചാ ജാച്ചാ ഞാ എന്നുള്ള ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഒരുപാടാവുന്നുണ്ടോ മക്കൾക്ക് വർക്ക് ഉണ്ടോ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 2 ലൈൻ ബുക്കിൽ എഴുതണം കേട്ടോ, മറക്കരുതേ മക്കളെ, എഴുതണം കേട്ടോ. അൻവിത, വെരി ഗുഡ്, വെരി ഗുഡ്. ലുബാബ. അപ്പൊ എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്യണേ. അതുപോലെ നമ്മുടെ ഹോംവർക്ക് എഴുതണം കേട്ടോ. എല്ലാവരും വ്യഞ്ജനാക്ഷരം, ഇന്ന് പഠിക്കുന്നത് ഇപ്പോ വ്യഞ്ജനാക്ഷരങ്ങളാണെന്ന് ഓർത്ത് വെക്കണം. അക്ഷരമാല പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് ഏത് അക്ഷരാണെന്ന് ചോദിച്ചാൽ അറിയാതിരിക്കരുത്. അതുപോലെ നമ്മൾ കഴിഞ്ഞൊക്കെ പഠിച്ച സ്വരാക്ഷരങ്ങൾ ഓർമ്മ വേണം, ചില്ലക്ഷരങ്ങൾ ഓർമ്മ വേണം. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഒന്ന് ഞാൻ ഒന്ന് എഴുതിയേ, കാണാതെ നോക്കട്ടെ. കാക്ക എഴുതിയില്ലല്ലോ മെഹഫൂസേ, വെരി ഗുഡ്. അപ്പൊ മുതൽ എഴുതിയേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചേ കവർഗങ്ങൾ പഠിച്ചില്ലേ നമ്മള്? അതൊന്ന് എഴുതിയേ മക്കള്, കാണാതെ നോക്കാതെ എഴുതിയേ, നോക്കട്ടെ മിസ്. മറന്നുപോയോ? ഓർമ്മയുണ്ടോന്ന്? പിന്നെന്താ? ഇത്രയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് അല്ലേ വ്യഞ്ജനാക്ഷരങ്ങളിൽ. അപ്പൊ അത് മക്കള് കംപ്ലീറ്റ് ഒന്ന് എഴുതി കാണിച്ചേ മിസ്സിനെ. ഓർമ്മയുണ്ടോ നോക്കട്ടെ. കവർഗങ്ങളും ചവർഗങ്ങളുമാണ് നമ്മൾ പഠിച്ചത് വ്യഞ്ജനാക്ഷരങ്ങളിൽ. മറന്നുപോയോ വിദ്യുദ്രാമേ? ഇല്ല അല്ലേ? വേഗം എഴുത്. നെക്സ്റ്റ് ഇത്രയാണ് നമ്മൾ പഠിച്ചത് ഇപ്പൊ. വെരി ഗുഡ് വൈകക്കുട്ടി, വെരി ഗുഡ്. യെസ്, വെരി ഗുഡ് ഫാത്തിമ. നോക്കട്ടെ, കുറച്ചുകൂടെ അടുത്തോട്ട് പിടിച്ചേ. വെരി ഗുഡ്. മുകളിൽ എഴുതണം കാക്കാങ്ങ കേട്ടോ ഫാത്തിമ കുട്ടി. ആദ്യം കാക്കാങ്ങ, രണ്ടാമത്തെ ലൈൻ കാക്കാങ്ങ. അപ്പൊ എഴുതുമ്പോ നേരെ എഴുതിയിട്ട് താഴോട്ട് അടുത്ത ചാച്ചാചാച്ചനെ എഴുതണം. അൻവിത എഴുതി കാക്കാങ്ങ, അതിന് താഴെ തന്നെ അങ്ങനെ ചാച്ചാചാഞ്ഞ. ആയിഷ എഴുതുമ്പോ ആദ്യം വെരി ഗുഡ്. ഓക്കെ, ഇവിടെ ഏതൻ ജെ മാത്യു എഴുതിയിട്ടുണ്ട്. അപ്പൊ കാക്കാങ്ങ ഫസ്റ്റ് എഴുതണം, അത് കഴിഞ്ഞിട്ട് ചാച്ചാചാച്ചൻ എഴുതണം കേട്ടോ. വെരി ഗുഡ്. ആദ്യം നമ്മൾ പഠിച്ച കാക്കങ്ങയില്ല, അതാണ് ഫസ്റ്റ് വൺ. സൂപ്പർ. ഓക്കെ, വെരി ഗുഡ്. അബ്ദുൽ ബാസിത്തെ എന്ത് പറ്റില്ലേ? ഓക്കെ, അപ്പോ നമ്മുടെ ക്ലാസ്സിന്റെ ടൈം കഴിയാറായി. അബ്ദുൽ ബാസിത്ത് ലേറ്റ് ആയോ? നമ്മള് ഞാൻ പഠിച്ചു. ഓക്കെ, ചിരവ, ചായ, ജനൽ, ചഷം, ഞാറ്. ഇത്രയും നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാക്കാങ്ങ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ നമ്മൾ ചാഞ്ഞ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ മക്കളെല്ലാവരും അത് ഓർമ്മിച്ച് സ്ലേറ്റിൽ എഴുതി നോക്കണം. കാക്കാങ്ങ ചാഞ്ഞ ഒരുമിച്ച് എഴുതണം, 2 ലൈൻസിലായിട്ട്. ഓക്കെ, ടൈം ഈസ് ഓവർ. ഓക്കെ, ബൈ.
എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ ബൈ, സി യു, ബൈ. ഓക്കെ ബൈ.